കഴിഞ്ഞ വർഷം ഹെക്ടർ SUV ആയിട്ടാണ് MG മോട്ടോഴ്സ് ഇന്ത്യൻ വിപണിയിൽ അരങ്ങേറ്റം കുറിച്ചത്. വാഹനം വിപണിയിലെത്തിയ നാൾ മുതൽ ഒരു വലിയ വിജയമായി മാറി. വിപണിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിനാൽ ഹെക്ടറിന് തുടക്കത്തിൽ വളരെ നീണ്ട കാത്തിരിപ്പ് കാലയളവ് ഉണ്ടായിരുന്നു. ഹെക്ടറിന്റെ വിജയകരമായ ലോഞ്ചിനു ശേഷം ഈ വർഷം ആദ്യം തങ്ങളുടെ ആദ്യത്തെ സമ്പൂർണ്ണ ഇലക്ട്രിക് SUV EZS വിപണിയിൽ അവതരിപ്പിച്ചു. ഈ വർഷം ഓട്ടോ എക്സ്പോയിൽ MG ഭാവിയിൽ ഇന്ത്യയിലേക്ക് വരുന്ന വിവിധ മോഡലുകളും പ്രദർശിപ്പിച്ചിരുന്നു. നിർമ്മാതാക്കൾക്ക് ഇന്ത്യൻ വിപണിയിൽ മികച്ച വരവേൽപ്പാണ് ലഭിച്ചത്. കൂടാതെ ഗുജറാത്തിലെ ഹാലോളിൽ ഒരു ഉൽപാദന കേന്ദ്രവും MG സ്ഥാപിച്ചു. ഹെക്ടറിന്റെ നിർമ്മാണമാണ് നിലവിൽ ഇവിടെ നടക്കുന്നത്. കിയ സെൽറ്റോസ്, ഹ്യുണ്ടായി ക്രേറ്റ, ടാറ്റ ഹാരിയർ തുടങ്ങിയ മോഡലുകളുടെ മിഡ് സൈസ് SUV വിഭാഗം രാജ്യത്തെ ഉയർന്ന മത്സരാധിഷ്ഠിത വിഭാഗമാണ്. EZS SUVയുടെ പെട്രോൾ പതിപ്പുമായി MG ഇപ്പോൾ ഈ ശ്രേണിയിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ്. SUVയുടെ ഇലക്ട്രിക് പതിപ്പ് ഇതിനകം തന്നെ രാജ്യത്ത് ലഭ്യമാണ്. രാജ്യത്ത് നിർമ്മാതാക്കൾ അവതരിപ്പിച്ച രണ്ടാമത്തെ ഉൽപ്പന്നമായിരുന്നു EZS ഇലക്ട്രിക് പതിപ്പ്. MG EZS ഒരു പുതിയ ഉൽപ്പന്നമല്ല. വാഹനം ഇതിനകം തന്നെ അന്താരാഷ്ട്ര വിപണിയിൽ ലഭ്യമാണ്. 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ, 1 ലിറ്റർ ടർബോ ചാർജ്ഡ് പെട്രോൾ എന്നിങ്ങനെ 2 എഞ്ചിൻ ഓപ്ഷനുകളിൽ EZS അന്താരാഷ്ട്ര തലത്തിൽ വിൽപ്പനയ്ക്കെത്തുന്നു. ഇന്ത്യൻ വിപണിയിൽ ഇതേ സെറ്റ് എഞ്ചിനുകൾ ലഭിക്കുമോ അതോ 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ യൂണിറ്റ് മാത്രമാണോ ഉണ്ടാവുക എന്നറിയില്ല. മാനുവൽ ഗിയർ ബോക്സിനോടൊപ്പം ഓപ്ഷണലായി ഒരു ഓട്ടോമാറ്റിക് ഗിയർ ബോക്സും പെട്രോൾ പതിപ്പിന് ലഭിക്കാൻ സാധ്യതയുണ്ട്. അളവുകളനുസരിച്ച് വിഭാഗത്തിലെ മറ്റു വാഹനങ്ങളെ അപേക്ഷിച്ച് MG EZS അല്പം ചെറുതാണ്. എന്നാൽ വളരെ വിശാലവും സവിശേഷത നിറഞ്ഞതുമായ കാറാണിത്. കണക്റ്റഡ് കാർ സവിശേഷതകൾ, സൺറൂഫ്, ലെതർ സീറ്റുകൾ തുടങ്ങിയ സവിശേഷതകളും വാഹനത്തിന് ലഭിക്കാൻ സാധ്യതയുണ്ട്. പെട്രോൾ പതിപ്പിന്റെ വില ഇലക്ട്രിക് പതിപ്പിനേക്കാൾ കുറവായിരിക്കും. 9 മുതൽ 15 ലക്ഷം രൂപയ്ക്കിടയിൽ MG വാഹനത്തിന് മത്സരാധിഷ്ഠിതമായി വില നിശ്ചയിക്കും. ഹെക്ടറിന്റെ വലിയ വിജയത്തിനു ശേഷം ഉടൻ തന്നെ ഹെക്ടർ പ്ലസ് എന്നറിയപ്പെടുന്ന SUVയുടെ 6 സീറ്റർ പതിപ്പ് പുറത്തിറക്കാനുള്ള ഒരുക്കങ്ങളും അണിയറയിൽ നടക്കുന്നു. 2020 ഇന്ത്യൻ ഓട്ടോ എക്സ്പോയിൽ ഹെക്ടർ പ്ലസ് പ്രദർശിപ്പിച്ചിരുന്നു. വാഹനം ഈ വർഷം രണ്ടാം പകുതിയിൽ ഔദ്യോഗികമായി പുറത്തിറക്കും.